രവി വെറും 12 വയസ്സുകാരനായിരുന്നു. ജീവിതം അവനെ റെയിൽവേ സ്റ്റേഷന്റെ തെരുവുകളിലേക്ക് തള്ളിയിട്ടു. ഓരോ രാത്രിയും അവൻ സ്റ്റേഷന്റെ ഒരു കോണിൽ പഴയൊരു തുണി മൂടി കിടന്നുറങ്ങുമായിരുന്നു. സ്വന്തമായി വീടില്ല, കുടുംബത്തിന്റെ ഒരു താങ്ങില്ല. പകൽ മുഴുവൻ ഒരു ചെറിയ ചായക്കടയിൽ ഗ്ലാസ് കഴുകി കിട്ടുന്ന പണമാണ് അവന്റെ വിശപ്പടക്കിയത്. പക്ഷേ ദാരിദ്ര്യത്തിനിടയിലും രവിക്കുണ്ടായിരുന്നത് ഒരു വലിയ സമ്പത്തായിരുന്നു: അവന്റെ സത്യസന്ധത. ഓരോ രാത്രിയും സ്റ്റേഷൻ ശാന്തമായാൽ തകർന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെയിരുന്ന് കുപ്പയിൽ നിന്ന് കിട്ടിയ പഴയ പത്രങ്ങൾ അവൻ വായിക്കുമായിരുന്നു. മുഴുവൻ ഇംഗ്ലീഷും മനസ്സിലാകില്ല, എന്നാലും പഠിക്കാനുള്ള ശ്രമം അവൻ നിർത്തിയില്ല. അവന്റെ ഉള്ളിൽ എവിടെയോ ഒരു സ്വപ്നം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു: ഒരു ദിവസം തന്റെ ജീവിതം മാറുമെന്ന്. ഒരു മഴയുള്ള വൈകുന്നേരം സ്റ്റേഷനിൽ വലിയ തിരക്കായിരുന്നു. അപ്പോഴാണ് ഒരു സമ്പന്നനായ ബിസിനസ്സുകാരൻ വേഗത്തിൽ ട്രെയിൻ കയറാൻ പോകുന്നതിനിടെ തന്റെ കറുത്ത ലെതർ പേഴ്സ് ചായക്കടയിൽ മറന്നുവെച്ചത്. രവിയുടെ കണ്ണ് ആ പേഴ്സിലേക്ക് പോയി. അവൻ പതുക്കെ അത് തുറന്നു നോക്കി. അകത്ത് നിറയെ പണം. ജീവിതത്തിൽ ഇത്രയും പണം ഒരുമിച്ചവൻ കണ്ടിട്ടുണ്ടാവില്ല. ചായക്കടക്കാരൻ പതുക്കെ പറഞ്ഞു, "വെച്ചോളൂ, ആരും അറിയില്ല." കുറച്ച് നിമിഷങ്ങൾ രവി മിണ്ടാതിരുന്നു. പിന്നീട് അവന്റെ കണ്ണ് പേഴ്സിനുള്ളിലെ ഒരു ID കാർഡിൽ പതിച്ചു. അതിൽ ആ മനുഷ്യന്റെ പേരും ഫോട്ടോയും ഉണ്ടായിരുന്നു. അടുത്ത നിമിഷം രവി മഴയിലൂടെ ഓടുകയായിരുന്നു, കാലിൽ ചെരുപ്പില്ലാതെ, തിരക്കേറിയ പ്ലാറ്റ്ഫോമിലൂടെ. മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ട്രെയിൻ പോകാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ട്രെയിനിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ആ മനുഷ്യനെ രവി കണ്ടത്. വസ്ത്രങ്ങൾ മുഴുവൻ മഴയിൽ നനഞ്ഞിരുന്നു. എങ്കിലും രവി പേഴ്സ് അദ്ദേഹത്തോട് നീട്ടി. ബിസിനസ്സുകാരൻ അമ്പരന്നു. അദ്ദേഹം ചോദിച്ചു, "ഈ പണം നിനക്ക് വെച്ചോളാമായിരുന്നു, പിന്നെ തിരികെ കൊടുത്തതെന്തിന്?" രവി ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "സത്യസന്ധതയും കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ബാക്കിയുള്ളതെന്താണ്?" ആ വാക്കുകൾ നേരെ ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്കെത്തി. അടുത്ത ദിവസം രാവിലെ ആ ബിസിനസ്സുകാരൻ വീണ്ടും അതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഏറെ തിരഞ്ഞ ശേഷം അദ്ദേഹം രവിയെ അതേ ചായക്കടയിൽ കണ്ടെത്തി. അന്നു മുതൽ രവിയുടെ ജീവിതം മാറിത്തുടങ്ങി. അദ്ദേഹം രവിയെ സ്കൂളിൽ ചേർത്തു, പഠനച്ചെലവ് ഏറ്റെടുത്തു, ഒരു പുതിയ ജീവിതാവസരം നൽകി. രവിയും ആ അവസരം പൂർണ്ണമായി ഉപയോഗിച്ചു. പകൽ പഠനം, രാത്രി പരിശ്രമം. പതിയെ ആ ചെറിയ കുട്ടി വളർന്ന് ഒരു വിജയകരമായ ബിസിനസ്സുകാരനായി മാറി. ഒരു ചെറിയ ട്രക്കിൽ നിന്നാണ് അവൻ തന്റെ ട്രാൻസ്പോർട്ട് ബിസിനസ് ആരംഭിച്ചത്. പലരും അവനെ പരിഹസിച്ചു. പക്ഷെ പോരാട്ടങ്ങളെ രവി ഒരിക്കലും ഭയപ്പെട്ടില്ല. കാലം കടന്നുപോയി. ഒരു ട്രക്ക് പല ട്രക്കുകളായി മാറി. ചെറിയ ബിസിനസ് വലിയൊരു കമ്പനിയായി വളർന്നു. ഇന്ന് ആളുകൾ അവനെ സ്റ്റേഷൻ കോടീശ്വരൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇത്രയും വിജയിച്ച ശേഷവും രവി തന്റെ പഴയ ജീവിതം മറന്നില്ല. ഒരു രാത്രി അവൻ വീണ്ടും അതേ പഴയ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ തണുപ്പിൽ ചുരുണ്ടുകിടന്നുറങ്ങുന്ന ഒരു ചെറിയ കുട്ടിയെ അവൻ കണ്ടു. രവി പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. ഭക്ഷണപ്പൊതി അവന്റെ അരികിൽ വെച്ചു. ശേഷം ഒരിക്കൽ താൻ സ്വപ്നങ്ങൾ കണ്ടിരുന്ന അതേ തകർന്ന സ്ട്രീറ്റ് ലൈറ്റിലേക്ക് അവൻ നോക്കി. വ്യത്യാസം ഒറ്റ കാര്യം മാത്രം: അന്ന് അവൻ തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു കുട്ടിയല്ലായിരുന്നു, മറ്റൊരാളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരാളായി മാറിയിരുന്നു.